രാജേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ വെള്ളിയാഴ്ച തിയേറ്ററിലോട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ. ഗംഭീര വിജയം നേടി മുന്നേറുന്ന ചിത്രം ഇപ്പോഴത്തെ റെക്കോർഡുകൾ പലതും തിരുത്തിക്കുറിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത്. റെക്കോർഡുകളുടെ പെരുമഴ തീർത്ത ചിത്രത്തിന് ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ എത്രത്തോളം കോടി രൂപ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസിനായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്ടർ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ. ചിത്രം വൻ വിജയമാണ്. ഓരോ ദിവസവും കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമാ പ്രേമികൾ കണ്ണു തള്ളി പോവുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഇതാ ഒരു രാജേട്ടൻ ചിത്രം തരംഗമായിട്ട് മാറുകയാണ്. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ 8,20,00,000 രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രം 1000-ന് മുകളിൽ ഹൗസ്ഫുൾ ഷോകളാണ് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ കളിച്ചിരിക്കുന്നത്. 2011 ഷോകളായിരുന്നു ചിത്രം ഇന്നലെ നടത്തിയിട്ടുണ്ടായത്. അതിൽ 1062 ഷോകളും ഹൗസ്ഫുൾ ആയിട്ട് മാറിയ കാഴ്ച കണ്ടാണ്. എന്തൊക്കെയാണ് രാജേട്ടന്റെ വലിയൊരു തരംഗം തന്നെയാണ് ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ അരയടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും നേടാൻ പറ്റാത്ത പല റെക്കോർഡും തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ രാജേട്ടൻ നേടുമെന്ന് ഇതിനോടൊപ്പം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 3 ദിവസം കൊണ്ട് 20,30,00,000 രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് 41,85,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് 7,10,00,000 രൂപ സ്വന്തമാക്കി. അങ്ങനെ ചിത്രത്തിലെ 3 ദിവസത്തെ ഗ്ലോബൽ കളക്ഷൻ, അതായത് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 69,25,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് രാജേട്ടന്റെ വിജയക്കുതിപ്പ് വീണ്ടും തുടരുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത്. രാജേട്ടനും ശോഭന 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഒന്നിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സിനിമ കാണാനുള്ള ആവേശം ഇരട്ടിയായിരുന്നു. തരുൺമൂർത്തിയുടെ മികച്ച ഡയറക്ഷനും മികച്ച സ്റ്റോറിയും കൂടി ആയപ്പോൾ ഇപ്പോഴത്തെ ചിത്രം വൻ വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച കേരളത്തിൽ വൻ വിജയമായിട്ട് ചിത്രത്തിന് മാറാൻ സാധിക്കുന്നുണ്ട്. ഇന്നും ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 7 കോടിക്ക് മുകളിൽ പോകുന്ന ഉറപ്പിച്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഒരുപക്ഷെ 20 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി നാളത്തെ കളക്ഷനോടെ വരുമ്പോൾ ചിത്രം 100 കോടി പിന്നിടുന്നതായിരിക്കും. എന്തൊക്കെയാണ് കാത്തിരിക്കാം. തുടരും എന്ന് പറയുന്ന സിനിമ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ തുടരും എന്ന് പറയുന്ന രാജേട്ടൻ ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അവിടെ പിന്നെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.